വേൾഡ് കപ്പ് കഴിഞ്ഞു, ഇനി ക്ലബ് ഫുട്ബോൾ ആണ്. അതിലെ ഏറ്റവും വലിയ ടീം എന്ന് പറയുന്നത് റയൽ മാഡ്രിഡ് ആണ്. 2 വർഷമായിട്ട് ഞങ്ങൾക്ക് കപ്പില്ല എന്നൊക്കെ പലരും കളിയാക്കുന്നുണ്ട്. ഓക്കെ, സമ്മതിക്കുന്നു. പക്ഷെ ഈ പ്രാവശ്യം റയൽ മാഡ്രിഡ് നടത്തിയ കുറച്ച് സൈനിങ്സ് ഉണ്ട്. അത് തന്നെ മതി എതിരാളികളെ പേടിച്ചു തുടങ്ങാൻ. ഇപ്പോൾ കിട്ടിയത് റോഡ്രി റയലിലേക്ക് വരികയാണ്. റോഡ്രിയെ കൂടി റയൽ സൈൻ ചെയ്യും. അപ്പോ കളി മൊത്തത്തിൽ അങ്ങ് മാറും. റയലിനെ തോൽപ്പിക്കുക എന്നത് കുറച്ച് ഇമ്പോസിബിൾ ആയിട്ട് മാറും. റോഡ്രി വന്നാൽ എന്താ സംഭവിക്കുക? ബെസ്റ്റ് DMF റയൽ മാഡ്രിഡിലായിരിക്കും റോഡ്രി. ബെസ്റ്റ് AMF ജൂഡ് ബെല്ലിങ്ങാം. ബെസ്റ്റ് സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ. ഇതൊക്കെ ഓൾറെഡി റയലിലുണ്ട്. പിന്നെ ലെഫ്റ്റ് ബാക്ക്, നിലവിലെ ഏറ്റവും ബെസ്റ്റ് ലെഫ്റ്റ് ബാക്കുകളിൽ ഒന്ന്, ഏറ്റവും ബെസ്റ്റ് എന്ന് പറയില്ല, അത് ന്യൂനോ മെൻഡസ് ആയിരിക്കും. 2ാം സ്ഥാനം കൊടുക്കാം കുക്കൂറല്ല. മാർസലോക്ക് പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ്. മാർസല്ലോ കളിക്കുന്നത് പോലെ ഗ്രൗണ്ടിൽ നിറഞ്ഞു കളിക്കും. ആര്? കുക്കൂറല്ല. അങ്ങനെ 4 വമ്പന്മാര്, ബെസ്റ്റ് DMF, ബെസ്റ്റ് AMF, ബെസ്റ്റ് സ്ട്രൈക്കർ, പിന്നെ ടോപ്പ് ക്ലാസ് LB. ഇതൊക്കെ മാഡ്രിഡിനുണ്ട്. ഇതിന്റെ കൂടെ ഒരു ബെസ്റ്റ് കോച്ചിനെ കൂടി ഞങ്ങൾ അങ്ങ് പ്രസന്റ് ചെയ്യും, ജോസെ മൗറിഞ്ഞോ. ബെസ്റ്റ് കോച്ചുമാർക്ക് കോച്ചിങ് കൊടുക്കാൻ എളുപ്പമുള്ള കോച്ചാണ് മൗറിഞ്ഞോ, അതെല്ലാവർക്കും അറിയാം. അപ്പൊ ഇതെല്ലാം കൂടി കൂടുന്ന ഒരു കോമ്പിനേഷൻ ആയിട്ടാണ് റയൽ മാഡ്രിഡ് ഈ സീസണിലേക്ക് വരാം. ആ റയലിനെ പിടിച്ചു കെട്ടുക എന്നത് പ്രയാസമായിരിക്കടാ, നല്ല പ്രയാസമായിരിക്കും. അപ്പൊ ഈ പ്രാവശ്യം എൽ ക്ലാസിക്കോയിലും ലാലിഗയിലും UCL തീർക്കാൻ ബാക്കി വെച്ച കണക്കുകളൊക്കെ മാഡ്രിഡ് തീർത്ത് തുടങ്ങും. ഓക്കെ.